സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാലേ ഇതിന്റെ ആൻസർ ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും, എടുത്ത് എഴുതിയാൽ മതി. നേരെ നോക്കിയിരുന്നോ, സെക്ടറിന്റെ റേഡിയസ് 25 ആണ്, കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? മക്കളെ വെരി സിമ്പിൾ ആണ്. സെക്ടറിന്റെ റേഡിയസ് എന്താണോ വരുന്നത് അത് തന്നെയായിരിക്കും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ്. ക്വസ്റ്റ്യനിൽ എഴുതിയത് അങ്ങനെ കോപ്പി അടിച്ചിട്ട് എഴുതി വെച്ചാൽ മതി, അതിനാണ് മാർക്ക്. സിമ്പിൾ അല്ലേ? എന്താ ചെയ്യേണ്ടത്? അറിയാത്തവരവിടെ എഴുതി വെച്ചോളൂ. സെക്ടറിന്റെ റേഡിയസും കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും ഈക്വൽ ആണ്. സെക്ടറിന്റെ റേഡിയസ് എന്താണോ വരുന്നത് അത് തന്നെയാണ് കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും. മനസ്സിലായോ മക്കളെ? സെക്ടറിന്റെ റേഡിയസ് ഇവിടുത്തെ ഈ ആരല്ലേ മോനെ, ആരം അതിന്റെ ആയിരിക്കും ഇവിടുത്തെ കോണിന്റെ ചെരിവുകയാണ്. സിമ്പിൾ. ക്ലിയർ അല്ലേ? യെസ്. സോ എ ക്വസ്റ്റ്യൻ ഈസി ആണ്. ബി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, റേഡിയസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ സെൻട്രൽ ആംഗിൾ ഒക്കെ തന്നിട്ട് റേഡിയസ് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, ഈ ഇക്വേഷനാണ് എഴുതി വെക്കുക. എക്സ് ബൈ 360 ഇൻറ്റു എൽ. എന്താണ് ഇക്വേഷൻ? എക്സ് ബൈ 360 ഇൻറ്റു എൽ. എന്ത് കാണാന്? റേഡിയസ് കാണാന്. എന്ത് തന്നിട്ട്? സെൻട്രൽ ആംഗിൾ തന്നിട്ട് റേഡിയസ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. യെസ്. എക്സ് എന്ന സ്ഥലത്ത് എന്ത് എഴുതണ്ട്? എക്സ് എന്ന സ്ഥലത്ത് എന്ത് എഴുതണ്ട്? 216. കണ്ടോ? ഈ ആംഗിൾ ഇല്ലേ, ഇവിടെ കൊടുത്ത ആംഗിള്, അതിനെയാണ് എക്സ് എന്ന് പറയുന്നത്. ബൈ 360 ഇൻറ്റു എൽ എന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ആയിട്ട് 25 ആണെന്ന് തന്നിട്ടുണ്ട്. 25. ക്ലിയർ അല്ലേ? ഇതിനെ കട്ട് ചെയ്യാം. 216 360 ഒരു വട്ടം ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുക? 108. ഒറ്റ കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ചെയ്യണം കേട്ടോ. 180 അല്ലെ? ഒന്ന് ചെറുതാക്കി. ഇനി ചെറുതാക്കാൻ പറ്റും? ചെറുതാക്കാൻ പറ്റില്ലേ? അന്നൊന്നുകൂടി പറഞ്ഞ 54 90. ഇനി ചെറുതാക്കാൻ വേണമെങ്കിൽ അതൊരു പറഞ്ഞ 27/45. ഇനി ചെറുതാക്കാം. ഇനി 3 നോട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ 3 നോട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ 5 നോട്ട് കട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? 25 എത്ര അഞ്ചുണ്ട്? 5. 45 എത്ര അഞ്ചുണ്ട്? 45 എത്ര? 9. സോ മുകളിൽ 25 ഇൻറ്റു 5/9 വരും. 25 ഇൻറ്റു 5 27 അല്ലേ? 27 ഇൻറ്റു 5/9 വരും. ഇനി കട്ട് ചെയ്യാൻ പറ്റും. 27 9 കട്ട് ചെയ്യാം. 27 എത്ര 3 ഉണ്ട്? 27 27 3. 27 എത്ര 9 ഉണ്ട് നോക്കിയാൽ മതി. എത്ര 9 ഉണ്ട്? 3. 9 1. 3 ഇൻറ്റു 5 എത്ര ആൻസർ? 15. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളേതായ മെത്തേഡിൽ ചെയ്യാം. ഞാനിപ്പോ ഒരു LKG ലെവലിൽ ഇങ്ങനെ പറഞ്ഞതാണ്. ഒരു LKG കുട്ടി എങ്ങനെയാണ് ചെയ്യുക അതേ ലെവലിൽ പറഞ്ഞതാണ് കേട്ടോ. ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് ഓർമ്മ ഉണ്ടോ? 1/3 ഇൻറ്റു a² ഇൻറ്റു h അല്ലേ? അല്ല, കാരണം ഇത് കോണാണ്. അപ്പൊ വോളിയം ഇക്വേഷൻ വേറെയാണ്. എന്താ ഇക്വേഷൻ? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? 1/3 ഇൻറ്റു πr² ഇൻറ്റു h. കോണിന്റെ വോളിയം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കോണൊന്ന് വരച്ചു നോക്കണം. ഇതാണ് കോണ്. ഇങ്ങനെയാണ് കോണ് വരയ്ക്കുക. ഇതാണ് കോണ്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുള്ളത്? എന്താ? സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്ര സ്ലാൻഡ് ഹൈറ്റ് വരെ തന്നിട്ടുണ്ടല്ലോ? 25 അല്ലെ? 25 തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ടോ? 15. ഈ ഹൈറ്റ് എങ്ങനെ കാണുക?
പൈതഗോറസ് അപ്ലൈ ചെയ്യാം. 25ന്റെ 15 സ്ക്വയർ മൈനസ് ചെയ്യാം. 25ന്റെ 15 സ്ക്വയർ മൈനസ് ചെയ്യാം. അത് ചെയ്താൽ കിട്ടും. എത്ര കിട്ടുക? നമ്മളിപ്പോ നേരത്തെ ചെയ്തിരുന്നു 25ന്റെ 15 സ്ക്വയർ ചെയ്തിട്ട് 25ന്റെ സ്ക്വയർ 625, 15ന്റെ സ്ക്വയർ എത്ര? 225. റൂട്ട് 400 കിട്ടും. റൂട്ട് 400 പറഞ്ഞാൽ എത്ര കാരം? 20. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി. 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ നിലോട്ട് എത്ര എഴുതുക? 15 ഇൻറ്റു 15 കേട്ടോ. ഇവിടെ റേഡിയസ് 15 അല്ലേ. ഹൈറ്റ് നിലോട്ട് എത്ര എഴുതുക? 20. ഇതില് കട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഒരു 15നെയും 3നെയും കട്ട് ചെയ്യാം, 5 വരും. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആയി. എത്ര കിട്ടണത്? ഇത് 5 ഇൻറ്റു 15 മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറോട്ട് 20 മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടുക? 1500 പൈ എന്ന് കിട്ടും. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 5 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യെസ്,